ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുന്നു, ആണവായുധം നിർമ്മിക്കില്ലെന്ന ഇറാൻ ഉറപ്പു നൽകിയതായി ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുന്നുവെന്ന സൂചനകളുമായി വീണ്ടും അമേരിക്ക. ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകിയെന്ന് ഡൊണാൾഡ് ട്രംപ്. എണ്ണ, പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട പ്രസക്തമായൊരു സമ്മാനം തനിക്ക് ലഭിച്ചു. യുദ്ധം വിജയിച്ചുവെന്നും ഇറാനുമായി സമാധാന കരാർ ഒപ്പിടാനാകും എന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും കരാറുണ്ടാക്കുവാൻ ഇറാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇറാനിൽ പുതിയൊരു സംഘം നേതാക്കൾ ഉദയം ചെയ്തുവെന്നും അവരാണ് കരാറുണ്ടാക്കുവാൻ പോകുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം സ്ഫോടനം. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചയ്ക്ക് വഴി തെളിഞ്ഞിട്ടും അയവില്ലാതെ ആക്രമണം. അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ ബുഷെഹർ ആണവ നിലയം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ആണവ നിലയത്തിന് സാങ്കേതിക നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായിട്ടില്ല. പ്ലാന്റിന്റെ പരിസരത്ത് ഒരു പ്രൊജക്ടൈൽ പതിച്ചതായി ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും ജീവനക്കാർക്ക് പരിക്കേറ്റതായി ഇറാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണെന്നും IAEA പറഞ്ഞു. ഇടുക്കിയിൽ 5 മണ്ഡലങ്ങളിലും LDF വിജയിക്കും. മത്സരിക്കുവാൻ പറ്റാത്തതിൽ വിഷമമില്ല MM മണി. മത്സരിക്കുവാനില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുൻപിലുണ്ട് ഉടുമ്പൻചോല MLA MM മണി. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ UDF കൂടുതൽ സീറ്റ് നേടും എന്ന് പറയുന്നത് പട്ടിയുടെ സ്വപ്നം പോലെ എന്നാണ് MM മണിയുടെ പരിഹാസം. ആലപ്പുഴയിൽ G സുധാകരൻ കാണിച്ചത് നേരും നെറിയുമില്ലാത്ത പ്രവൃത്തി. വീണ്ടും മത്സരിക്കുവാൻ പറ്റാത്തതിൽ തനിക്ക് വിഷമമില്ലെന്നും MM മണി മാധ്യമങ്ങളോട് പറഞ്ഞു. സൌദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം, ആളപായമില്ല. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെയും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടർന്ന ഇറാൻ. സൌദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായി. കിഴക്കൻ മേഖല ലക്ഷ്യമിട്ടെത്തിയ 5 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണമുണ്ടായി. കുവൈറ്റ് വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായി. ആളപായമില്ല. കുവൈറ്റ് വിമാനത്താവളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന 5ാമത്തെ ആക്രമണം കൂടിയാണിത്. കഴിഞ്ഞ 2 മണിക്കൂറുകളിലായി ബഹ്റൈനിൽ 4 തവണയാണ് അപായ സൈറൺ മുഴങ്ങിയത്. തിരഞ്ഞെടുപ്പ് മത്സരചിത്രം തെളിയുവാൻ ഒരു ദിവസം കൂടി. പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം തെളിയുവാൻ ഒരു ദിവസം കൂടി. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുവാൻ നാളെ വരെയാണ് സമയം. വിവാദ പരാമർശങ്ങൾക്കും വാക്പോരിനുമിടയിൽ പ്രചാരണം കൊഴുക്കുന്നു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെയോടെ പൂർത്തിയായി. 1748 പത്രികകളാണ് അംഗീകരിച്ചത്. 337 പത്രികകൾ തള്ളിയപ്പോൾ 2 നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി ഗംഗാറാം ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ട്. പതിവ് ആരോഗ്യ പരിശോധനകളുടെ ഭാഗമെന്ന് റിപ്പോർട്ട്. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും ആശുപത്രി വൃത്തങ്ങൾ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നെന്നും റിപ്പോർട്ടുണ്ട്. ജനുവരിയിലും സോണിയാഗാന്ധിയെ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നതായി ആശുപത്രി ചെയർമാൻ ഡോക്ടർ അജയ് സ്വരൂപ് പറഞ്ഞു. പ്രകൃതിവാതക ശൃംഖല ശക്തിപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ. PNG കണക്ഷൻ അനുമതികൾ വേഗത്തിലാക്കും. രാജ്യത്തെ പ്രകൃതിവാതക ശൃംഖല ശക്തിപ്പെടുത്തുവാൻ അടിയന്തര ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. അവശ്യ സാധന നിയമം പ്രകാരം പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. അംഗീകൃത ഏജൻസികൾക്ക് തടസ്സമില്ലാതെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുവാനും വ്യാപിപ്പിക്കുവാനും സൌകര്യമൊരുക്കും. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഭരണകൂടം അനുമതി നൽകണം. അനുമതി നൽകിയില്ലെങ്കിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി കണക്കാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.